ചൂസല്ലാതെ കരിങ്കാലിയുള്ള കരിങ്കാലി അല്ലേ അൾട്രാ പ്രൊമാക്സ്. ഹലോ ഗൈസ്, വേണ്ടെങ്കിൽ കിടക്കാമെന്നുള്ള സംഭവം നമ്മളിവിടെ പ്രാബല്യമാക്കിയിരിക്കുകയാണ്. നനഞ്ഞൊട്ടി കുടിച്ചു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ ഫ്രണ്ട്സും കൂടെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫുൾ A+ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്നൊരു അവാർഡ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സിന് നമ്മൾ പോകുന്നത് നമുക്കൊരു 45 മിനിറ്റ്സിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ട് ട്രാവൽ മൊത്തം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിലിരുന്നിട്ടാണെങ്കിൽ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ സ്നാപ്ചാറ്റിൽ ഓരോ കോമഡി ക്യൂട്ട് ഫിൽറ്റേഴ്സ് ഇട്ടിട്ട് അവൾമാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാ ഫ്രണ്ട്സിൻ്റെ എല്ലാം കാണുമല്ലോ അങ്ങനെ ഒരു ഫിൽറ്റർ ഒളി, അതാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരോ എടുത്തിട്ട് ഇപ്പം നമ്മളിരുന്നത് ആ ഡ്രൈവറിൻ്റെ അടുത്തുള്ള സീറ്റായിരുന്നു. അപ്പോൾ ഡ്രൈവർക്ക് ഭയങ്കര കമ്പനിയായിരുന്നു നമ്മൾ ഭയങ്കര വർത്താനല്ലേ. അങ്ങനെ ഇതാ നമ്മൾക്ക് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കമ്പനി ആയില്ല സി, നമ്മൾ ഒറ്റപ്പുള്ളിയായിട്ട് ഡ്രൈവറായിട്ട് കമ്പനി ഞങ്ങൾ മിണ്ടായിരിക്കും പുള്ളി മിണ്ടിക്കൊണ്ടിരിക്കും. ഞാൻ കണ്ടാലും കുറച്ച് പാരമ്പര്യത്തിൽ കുറച്ച് സൗന്ദര്യം കൊണ്ട് ആർക്കും എന്താ തോന്നുന്നു. നല്ല ചെറുക്കം പോയിന്ന് ഒരു 2 സെക്കൻഡ് ഞാൻ കണ്ടോളൂ. അപ്പൊ പല്ലി കമ്പ്യൂട്ടർ നോക്കി. ഞങ്ങളുടെ കുറെ മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. എനിക്ക് പ്രത്യേകിച്ച് അതേതാ യൂണിഫോം ഞാൻ കോഴിയല്ല ഗൈസ്, കണ്ടാലും പറയും. നമ്മള് അവരുടെ ഒപ്പന കാണാൻ വന്നിട്ട് മുൻചിട്ട് ഭീമാട്ടിക്കുട്ടിയമ്മ. ഇതാണ് ഭീമ. സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ നടക്കത്തിലൊക്കെ ഓരോരോ വ്ളോഗും വീഡിയോയും എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞു കൊടുത്തത്? നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്നാ അറിയോ സ്ഥലം അറിയോ? അതെ, എന്റെ വീട് ഇവിടെ വന്നില്ലല്ലോ. വിളിക്കാം. നമ്മളെത്തിയല്ലോ. പിന്നെ ആൾക്കാരെ കളരും തെറ്റിദ്ധരിക്കണം. ഓക്കെ, പിന്നെ ഒരു സ്കൂളിലായിരുന്നു കേട്ടോ നമുക്കിത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. TVJ മെമ്മോറിയൽ ഹൈസ്കൂൾ അങ്ങനെ കണ്ട ഈ സ്കൂളിൻ്റെ പേര് വരുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നത് ഇത് കാണാൻ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം അതുപോലെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതേന്ന് പറയുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ ആ ഹാളിൽ നിന്നിട്ട് ശ്വാസം മുട്ടായിരുന്നു. ഒന്നും വർത്താനം പറയാം, കാരണം പാട്ട് വെച്ചിരിക്കും. അപ്പോൾ നമുക്കൊന്നും വർത്താനം പറയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളാകെ ഷോക്ക് അടിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോയാലോ, എന്നിട്ട് ട്രോഫി എടുക്കാറാകുമ്പോൾ കയറി വരാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം പറഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ ആ ഹാളിൻ്റെ ഉള്ളിലാണെങ്കിൽ NCCയുടെ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അവർ നമ്മളുടെ വർത്താനം പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ ഒന്നോടെ അപ്പം നമ്മൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി നടന്നു കേട്ടോ. നമ്മൾ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പള്ളിയുടെ നല്ല രസമല്ലേ. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ചേർച്ച് വരെ സ്കൂളിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ഇങ്ങനെ പുൽമെത്തോ അൽമേടോ പോലെയായിരുന്നു കേട്ടോ.
പിന്നെ ഒരു വൻ കോമഡി ഉണ്ടായി. ഞാനും ഫസിഹായും എന്തോ ജ്യൂസാണ് ഷേക്കാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് എന്തായിരുന്നു വെറും കരിങ്കാലല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചമ്മി അവിടെ നിന്ന് നടന്ന് തിരിച്ച് അങ്ങോട്ട് പോവാണ്. നമ്മൾ വെള്ളം കുടിച്ചു. അപ്പോൾ ഞാനും ഫസിയെ മാത്രം വെള്ളം കുടിക്കാൻ പോയി. ഞങ്ങൾ ജ്യൂസാന്ന് വെച്ചാൽ പോയത്, പക്ഷേ ഞങ്ങൾ ആകെ ചമ്മി. അപ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് അവളുമാർ ഞങ്ങൾ നോക്കി ഭയങ്കര കളിയാക്കൽ, നിങ്ങൾ ചമ്മിയില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കളിയാക്കലായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും പുകവെച്ച കൊടുത്തില്ല ഗൈസ്. ഞങ്ങൾ പള്ളിയുടെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. ഹലോ ഗൈസ്, ഹലോ ഗൈസ് പറ. വീഡിയോ ഏത് 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 അയ്യ അതാ അത് കൊള്ളില്ല. പരിപാടി തുടങ്ങിയത് ഇപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. ഞങ്ങൾ 1/2 മണിക്കൂർ മുമ്പ് വന്നു, പക്ഷേ ആർക്കും ഞങ്ങളുടെ സ്റ്റൈലില്ല. നമുക്ക് ട്രോഫി ഒന്നും പോയാൽ കിട്ടാം. നമ്മൾ ട്രോഫി വേണ്ടി മാത്രം. പിന്നെ എന്താ ഗൈസ്, നമ്മൾ അവിടുന്ന് ഭയങ്കര വർത്താനവും കുറ്റമ്പൽസ് അതുപോലെ പോകുന്ന ഓരോ ആൾക്കാരെ കുറിച്ച് ഓരോന്ന് കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കലായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് പിന്നെ അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫസിയുടെ ഫോൺ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാർ ഭയങ്കര മെസ്സേജിലാണ്. അപ്പം നമ്മൾ ആ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
കാണിച്ചേ. ശ്രീഷ്മ ഭയങ്കര പഠിപ്പിച്ച, കണ്ടാ പറയും പഠിപ്പിച്ചാണെന്ന്, എന്നാലും പഠിപ്പിച്ച. ഇവളുടെ കടത്ത കഴിക്കണത്. ഇതാണ് എന്റെ ബെഞ്ചിമേറ്റ്, ബാക്ക് ബെഞ്ച്. ഞങ്ങൾ ബാക്ക് ബെഞ്ച് ആണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തീരെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്റലിജൻസ്. എവിടെ പോയി ശ്രീഷ്മ? ശ്രീഷ്മ ഇന്ന് വന്നത് ലോക അത്ഭുതത്തിലെ 8ാമത്തെ അത്ഭുതമായി നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം ശ്രീഷ്മ വളർന്നില്ല അല്ലേ ശ്രീഷ്മ? ഇന്നലെ ശ്രീഷ്മ പറഞ്ഞാണല്ലേ അറിഞ്ഞേ? ആ പോയി ആ വണ്ടിയിൽ വന്നാണ് ഞങ്ങളുടെ ആരുടെ അങ്ങോട്ട് നോക്ക്. അലക്സ് ഫോട്ടോ എടുക്കണത് ഇരുന്നും കടന്നും മലമൊക്കെ. ചോദിക്കോ? ഞാൻ പറക്കണ വീട് പോവാണോ? ശ്രീഷ്മ ചാച്ച എന്നിട്ടോടി ശ്രീഷ്മ. അയ്യോ ഇതിലേതാടി ബൂട്ടൊക്കെ ഇട്ടുണ്ട്. മറ്റേ സുലൈമാൻ സൽമാനില്ലേ പലക കറുത്ത ബൂട്ട് അന്നേ മനസ്സിൽ ബോറാട്ടോ. ഞാൻ സിസ്റ്റേഴ്സിനോട് ഇങ്ങനെ കാണിക്കും. എല്ലാ നമുക്ക് നല്ല മുടിയല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ 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 ആരെങ്കിലും ഇന്ന് ഭീമാടൊക്കെ ജോലി കിട്ടി. എന്റെ ഫസ്റ്റ് സാലറി നിങ്ങൾക്ക് ഞാൻ തരാം. ജോലി കിട്ടി ഐശ എവിടെയാന്ന് പോലും അറിയാൻ പാടില്ല. ആ 4-5 വർഷം കഴിക്കും. കാണാൻ പറയത്തില്ല ബാംഗ്ലൂര്. ഞാൻ ചോദിച്ചേക്ക് പോവാ. ശരിയാ ശരിയാ ശരിയാ. ട്രെൻഡ് ഡ്രസ്സിന്റെ ഒപ്പം ഫ്രീ കിട്ടിയ സാധനമാണ്. ഡ്രസ്സിന്റെ ഒപ്പം ഫ്രീ കിട്ടിയതാ. അതൊരു ഫാഷൻ ഇട്ടെടുക്കുക. അൾട്രാ പ്രോ മാക്സ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് പിന്നെ ഒരു വമ്പൻ മഴ അങ്ങോട്ട് പെയ്തു. തീരെ പ്രതീക്ഷയില്ലാട്ടോ. കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ പെട്ടെന്നൊരു മഴ അങ്ങ് പെയ്തു. അതെ, ഞങ്ങളൊരാളെ കാണാൻ വന്നേ, ആരോടെ ഇല്ല. ഞങ്ങൾ കഞ്ഞികളായി ഗൈസ്. എടുത്തിട്ട് വീഡിയോയാ കിട്ടി.
ഇതാണ് കേട്ടോ അവിടുന്ന് ഓവറോൾ ഉള്ള റിവ്യൂ. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ട്രോഫി എടുക്കുന്ന ടൈമായിരുന്നു അവിടെ അനൗൺസ് ചെയ്ത് നമ്മളവിടെ കയറി പോയി കേട്ടോ. എന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ ഡീൻ കുര്യാക്കോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രോഫി കിട്ടി നമുക്ക്. കണ്ടോ ഇതായിരുന്നു ട്രോഫി, എല്ലാവർക്കും സെയിം ട്രോഫി, പേരോ അങ്ങനെ ഫോട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്ത ട്രോഫി ആയിരുന്നു. അങ്ങനെയൊക്കെ വാങ്ങിച്ച് നമ്മൾ പോകാമെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഗൈസ് പിന്നെ മഴ കൂടിയത്. നമ്മളാകെ പെട്ടുപോയെന്ന് പറഞ്ഞാലോ. അങ്ങനെ ജസ്റ്റ് മഴ കുറേ നമ്മൾ നടന്നു. അവിടെ അടുത്ത് തന്നെ ഷേക്കിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറാൻ വിചാരിച്ചു നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ തീരുമാനം വെച്ചാൽ അവിടെ നിന്ന് കയറാൻ വിചാരിച്ചു. ഞങ്ങളാകെ നനഞ്ഞു. അതെ ഗൈസ് നനഞ്ഞൊട്ടി കുളിച്ചൊട്ടി. കുളിക്കണ്ടായിരുന്നു, ഞാൻ ഇന്നലെ കുളിച്ചില്ല. അയ്യോ കുളിച്ചില്ല, മറന്നതാട്ടോ, അല്ലാണ്ട് മടിയാണല്ല. ഉണ്ടെങ്കിൽ ഒലക്കമയിലും കിടക്കാമെന്നുള്ള സംഭവം നമ്മളിവിടെ പ്രാബല്യമാക്കിയിരിക്കുകയാണ്. ഒരു കൊടക്കീഴിൽ ഞങ്ങൾക്ക് കിട്ടി. മഴ പെയ്യുകയാണ്, നമ്മൾ മഴയൊക്കെ നിൽക്കുകയാണ്. 1:25 സമയം. നമ്മൾ ഷേക്ക് കുടിക്കാൻ പോവാണ്. എനിക്കും ഇത് നല്ല വിഷമാണ്. പക്ഷേ ഇവർ ഞങ്ങൾ അങ്ങനത്തെ പൊട്ടക്കട കുടിക്കാൻ സമയത്തില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊരു വിലകളില്ല. ഞങ്ങൾ ഉമ്മച്ചിക്കുട്ടിയായ ഇവളാണെല്ലാം. പിന്നെ നമ്മൾ നേരെ ഷേക്ക് കുടിക്കാൻ പോയി. കഴിഞ്ഞ തവണ നമ്മൾ ഷേക്ക് കുടിക്കാൻ പോയത് സെയിം സ്പോട്ടിലായിരുന്നു നമ്മൾ ഷേക്ക് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ കയറി കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ മെനു കാർഡൊക്കെ എടുത്ത് നോക്കിയിട്ട് ഓരോരുത്തരും ഓരോരോ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമുക്ക് ഇനിയും വീഡിയോ ഉണ്ടാവുള്ളൂ. പിന്നെ അതുണ്ടോ ആ ഒരു ലൈറ്റൊക്കെ രാത്രി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് ആ ട്രോഫീസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ട്രോഫിക്ക് ഒന്നും പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ ഇരിക്കാനുള്ളതൊക്കെ നോക്കായിരുന്നു. നമ്മളെല്ലാവരും ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. യെസ്, നമുക്ക് നമ്മൾ റിച്ച് ഗൈസ്. എത്ര റേറ്റ്? 2500. എടുക്കട്ടെ കഴിക്കട്ടോ, കിട്ടട്ടോ. അതിനാണ് സാധിച്ചോന്നുണ്ടല്ലോ. ക്യാമ്പ് തുടച്ചോളുന്നത് കഴിക്കട്ടോ. കൊടുക്ക ഫസ്റ്റ് മേടിക്കാൻ ഞങ്ങൾ വീഡിയോ എടുക്കാനില്ല. പിന്നെ ആദ്യം 3 പേരുടെ വന്നു കേട്ടോ. അത് വന്നത് റെഡ് വെൽവെറ്റ് ഷേക്കും സ്ട്രോബെറിയും പിന്നെ ചോക്ലേറ്റാണ്. സാധാരണ ഷാർജാണ് എല്ലായിടത്തും ആദ്യം വരാറ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുവാന്നുണ്ട്. പിന്നെ അവരുടെ ഷാർജ നമ്മളെല്ലാവരും എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും എടുത്ത് കുടിച്ചു. നമ്മൾ ഓരോരുത്തരുടെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും അങ്ങോട്ട്. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ വിശപ്പ് ആ സാൻഡ്വിച്ച് കഴിച്ചപ്പോൾ നമ്മുടെ പകുതി വിശപ്പ് മാറി. അപ്പോൾ പിന്നെ നമ്മളത് കുടിച്ചു. എനിക്ക് ഞാൻ വാങ്ങിച്ചത് റെഡ് വെൽവെറ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് റെഡ് വെൽവെറ്റ് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഷെയറൊക്കെ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇറങ്ങാം എന്നുള്ളൊരു തത്രപ്പാടിലിരിക്കുകയായിരുന്നു. നമ്മൾ ഉമ്മച്ചിയുടെ എല്ലാവരുടെയും പൈസ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫാസില മറ്റേ ഷേക്ക് വേണ്ടായിരുന്നു എന്നുള്ള ഇതിലിരിക്കുകയാണ്. പൈസ കുറേ ഉണ്ട്. അതെ അതെ, ഇവർക്ക് തണുക്കും അത് പറഞ്ഞിരിക്കുകയാണ്. എനിക്കിപ്പോൾ വേണ്ടായിരുന്നു. ഇവിടെ അവർക്ക് കുടിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നൈസായിട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കും. പിന്നെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഇറങ്ങാൻ തോന്നാം. അവിടെ അങ്ങ് ഇരിക്കാം. കാരണം AC ഫാനൊക്കെ ഇട്ടിട്ട് നമുക്കങ്ങ് പുറത്തേക്ക് ഇറങ്ങി നല്ല ചൂടായിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞാൽ അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ആ ഷേക്ക് കുടിക്കുന്നത് നമ്മൾ 45 മിനിറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ കുറേ വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാം എന്നുള്ളൊരിതിലിരിക്കുകയായിരുന്നു.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇവിടുന്ന് അങ്ങ് വിട പറയുകയാണ്. വിട പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ ബസ് ഉള്ള സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ ബസ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് പോകും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയത് 9:15 ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ എത്തുമ്പോഴത്തേക്കും 3 മണിയാകും വീട്ടിലെത്തുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ നേരെ നമ്മളിനി വീട്ടിലേക്ക് ഇറങ്ങി പോയി. അതെ, ഞങ്ങൾക്ക് ചൊവ്വാഴ്ച ഒരു ലോഡ് എസ്റ്റോപ്പറുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ, ലവ് യു, ഉമ്മ.